ജനാധിപത്യ മതേതര ചേരിയുടെ പ്രതിരോധ കവചമായി കേരളത്തിലെ മാധ്യമരംഗത്ത് 1976 ഫെബ്രുവരി 11 ഉദയം ചെയ്ത വീക്ഷണം ദിനപത്രത്തിന് 50 വയസ്സ്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച വീക്ഷണം ദിനപത്രം അരനൂറ്റാണ്ടിന്റെ തിളക്കത്തിൽ ഇന്നും അചഞ്ചലമായി നിലനിൽക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖപത്രം എന്നതിലുപരി മാധ്യമ സംസ്കാരത്തിന്റെ വിശാലതയിലേക്ക് കൂടി വളർന്ന പത്രമാണ് വീക്ഷണം. മലയാള പത്രപ്രവർത്തന ചരിത്രത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ജ്വലനാത്മക ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് വേറിട്ട അധ്യായം രചിച്ച ദിനപത്രമാണ് വീക്ഷണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖപത്രം എന്നതിൽ നിന്നും മലയാളിയുടെ മാധ്യമ സംസ്കാരത്തിന്റെ വിശാല വീക്ഷണത്തിലേക്ക് വീക്ഷണം വളർന്നു. പതിതന്റെ ശബ്ദമായും പോരാടുന്നവന്റെ ഊർജമായും വ്യത്യസ്തമായ ഒരു വായനാ സംസ്കാരം കാഴ്ചവെക്കുന്ന വീക്ഷണം പ്രോജ്വലമായ 50 സംവത്സരങ്ങൾ പിന്നിടുകയാണ്. ചരിത്രം വിസ്മയപൂർവ്വം ഓർമ്മിപ്പിക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ 1976 ഫെബ്രുവരി 11 അന്നത്തെ KPCC പ്രസിഡന്റ് ശ്രീ AK ആന്റണിയുടെ അധ്യക്ഷതയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് പത്രത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. അച്ചടി ആരംഭിച്ച് ആദ്യ ദിവസം മുതൽ മറ്റൊരു പത്രത്തിനും അവകാശപ്പെടാനില്ലാത്ത തുടക്കവുമായാണ് വീക്ഷണം പുറത്തിറങ്ങിയത്. വലിയ മൂലധനശേഷിയുള്ള പത്രങ്ങളെയെല്ലാം അത്ഭുതപ്പെടുത്തി ഒറ്റ എഡിഷനിൽ നിന്നും 76,000 കോപ്പികളുമായാണ് വീക്ഷണം അഭിമാനപൂർവ്വം വായനാ ലോകത്ത് ജൈത്രയാത്ര ആരംഭിച്ചത്. AK ആന്റണിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലും വീക്ഷണത്തിന്റെ വാർത്താസ്നേഹം എത്തിക്കാൻ പ്രവർത്തകർ അക്ഷീണം പ്രവർത്തിച്ച നാളുകൾ കാലത്തെ ത്രസിപ്പിക്കുന്നു. മൂലധന താൽപര്യങ്ങളോ കുത്തകകളുടെ സഹായമോ ഇല്ലാതെ മുന്നോട്ടു പോയതിനാൽ പിൽക്കാലത്ത് വൃദ്ധിക്ഷയങ്ങൾ ഒരുപോലെ അനുഭവിച്ച പത്രമാണ് വീക്ഷണം. ജനപക്ഷ നിലപാടുകളും വിട്ടുവീഴ്ചയില്ലാത്ത മൂല്യബോധവും ഉയർത്തിപ്പിടിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്ത് ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സിൽ സ്ഥാനമുറപ്പിക്കുവാൻ വീക്ഷണത്തിന് സാധിച്ചു എന്നത് അഭിമാന പുരസ്സരം എടുത്തു പറയാം. ഇന്ന് കേരളത്തിൽ ഗൾഫ് പേപ്പർ എഡിഷൻ ഉൾപ്പെടെ വ്യാപിച്ച് വീക്ഷണം അതിന്റെ യാത്ര തുടരുകയാണ്. മാധ്യമലോകത്തിന് മറക്കാനാവാത്ത സത്യത്തിന്റെയും ആദർശത്തിന്റെയും തൂലികയേന്തിയ CP ശ്രീധരനായിരുന്നു പ്രഥമ പത്രാധിപർ. സാംസ്കാരിക കേരളത്തിന് തിലകച്ചാർത്തായി വീക്ഷണം വാരിക ആരംഭിച്ചപ്പോൾ പ്രമുഖ സോഷ്യലിസ്റ്റായ D വിവേകാനന്ദൻ പത്രാധിപരായി ചുമതലയേറ്റു. 4 പതിറ്റാണ്ടിന്റെ പത്രപ്രവർത്തന പാരമ്പര്യത്തിനിടയിൽ വീക്ഷണത്തിന്റെ അക്ഷരസ്നേഹം അനുഭവിച്ച പ്രമുഖർ ഒട്ടേറെയാണ്. എഴുത്തുകാരായ പ്രൊഫസർ മധുസൂദനൻ നായർ, C രാധാകൃഷ്ണൻ, UK കുമാരൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട് മുതൽ അഡ്വക്കേറ്റ് MK ഹേമചന്ദ്രൻ വരെ വീക്ഷണത്തിന്റെ അണിയറയെ സമ്പന്നമാക്കിയ പ്രശസ്തരും പ്രാമാണികരുമായ നിരവധി പേരുകൾ അയവിറക്കാം. വീക്ഷണത്തിന്റെ കാര്യനിർവഹണ മേഖലയിൽ മാനേജിംഗ് ഡയറക്ടർമാരായി നിരവധി പ്രഗത്ഭവാദികൾ സേവനമനുഷ്ഠിച്ചു. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അമരത്തുണ്ടായിരുന്ന ശ്രീ KP നൂറുദ്ദീൻ, ശ്രീ PC ചാക്കോ, ശ്രീ MM ജേക്കബ്, ശ്രീ MI ഷാനവാസ്, ശ്രീ AC ജോസ്, ശ്രീ ബെന്നി ബെഹനാൻ, ശ്രീ PT തോമസ് തുടങ്ങിയ പ്രമുഖർ വീക്ഷണത്തിന്റെ പ്രയാണത്തിൽ മാർഗദർശികളായി ഊർജം പകർന്നു. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ചെയർമാനും അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് മാനേജിംഗ് ഡയറക്ടറും എഡിറ്ററുമായ നേതൃമികവിലാണ് വീക്ഷണം യാത്ര തുടരുന്നത്. സർവശ്രീ MM ഹസൻ, രമേശ് ചെന്നിത്തല, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ജോസഫ് വാഴക്കൻ, ഉമ തോമസ്, കൂവൻ പ്രമോദ്, ദിലീപ് കുമാർ, അഡ്വക്കേറ്റ് സുനിൽ കുമാർ എന്നിവർ വീക്ഷണത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിയമസഭാ സാമാജികത്വത്തിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി വീക്ഷണം പുറത്തിറക്കിയ ഇതിഹാസം കോഫി ടേബിൾ ബുക്കും മികവുറ്റ വാർഷിക പതിപ്പുകളും ഉൾപ്പെടെ നിരവധി പ്രസിദ്ധീകരണങ്ങൾ വീക്ഷണം പബ്ലിക്കേഷൻസിന്റെ അഭിമാനം വർദ്ധിപ്പിക്കുന്നു. കേരള സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന 2 വിദ്യാലയങ്ങൾക്ക് ഏർപ്പെടുത്തിയ ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം
വീക്ഷണം നൽകി വരുന്ന ഉമ്മൻചാണ്ടി കർമ്മശ്രേഷ്ഠ പുരസ്കാരം, CP ശ്രീധരൻ സർഗശ്രേഷ്ഠ പുരസ്കാരം, മാധ്യമ അവാർഡ് തുടങ്ങിയവ ഞങ്ങളുടെ യാത്രയിലെ പാഥേയങ്ങളാണ്. വീക്ഷണത്തിന്റെ പ്രയാണത്തിൽ പ്രത്യേകം ഓർമ്മിക്കേണ്ടുന്ന പേരുകളിൽ ഒന്നാണ് സ്ഥാപകാംഗമായിരുന്ന ശ്രീ മേലത്ത് നാരായണൻ നമ്പ്യാർ. അദ്ദേഹത്തെ സ്നേഹാദരം സ്മരിക്കുന്നു. ശ്രീ PT തോമസ് ഉൾപ്പെടെയുള്ള പ്രഗത്ഭമതികൾ പകർന്ന വെളിച്ചം വീക്ഷണത്തിന് എന്നും തെളിച്ചമുള്ള പാത ഒരുക്കും. ഞങ്ങളുടെ യാത്രയിലുടനീളം മാർഗദർശിയായിരുന്ന, അടുത്ത കാലത്ത് ഞങ്ങളെ വിട്ടുപോയ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, മാനേജിംഗ് ഡയറക്ടറായിരുന്ന ശ്രീ PT തോമസ്, മാനേജിംഗ് എഡിറ്ററായിരുന്ന ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന ശ്രീ PP തങ്കച്ചൻ, ഞങ്ങളുടെ സീനിയർ ഡെപ്യൂട്ടി എഡിറ്ററായിരുന്ന ശ്രീ PN പ്രസന്നകുമാർ എന്നിവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. നിലപാടുകളിലെ സ്ഥൈര്യവും ധൈര്യവുമായി ദേശീയതയിലും മതേതര കാഴ്ചപ്പാടിലും അടിയുറച്ച വീക്ഷണത്തിന്റെ അക്ഷരസപരിയ മലയാളികളുടെ ചിന്താധാരയിലും വായനാവേദിയിലും കൂടുതൽ ക്രാന്തി പകർന്ന് മുന്നേറും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വീക്ഷണത്തിന്റെ സുവർണ ജൂബിലി വ്യത്യസ്തമായ പരിപാടികളുമായി ആഘോഷിക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ വീക്ഷണത്തിന്റെ സ്ഥാപകനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുൻ മുഖ്യമന്ത്രിയുമായ AK ആന്റണി ഉദ്ഘാടനം ചെയ്തു. അന്ന് KPCC പ്രസിഡന്റായിരുന്ന AK ആന്റണിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഫണ്ട് ശേഖരണവും പ്രവർത്തകരുടെ കൂട്ടായ്മയുമാണ് പത്രത്തിന് ശക്തമായ അടിത്തറയിട്ടത്. അതുകൊണ്ട് തന്നെയാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ശേഖരിച്ച പണം കൊണ്ടാണ് വീക്ഷണം സ്ഥാപിച്ചതെന്ന് AK ആന്റണി ഇപ്പോൾ പറയുന്നതും. ആ ഗ്രൂപ്പൺ അവരെ നാട്ടുകാരിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഉപയോഗിച്ച് ഏൽപ്പിക്കുമ്പോൾ അന്ന് കേരളത്തിൽ 1141 മണ്ഡലങ്ങളുണ്ട്. അവിടെ എല്ലാം പോയി ഞാൻ തന്നെ ഫണ്ട് ശേഖരിക്കാം. അങ്ങനെയാണ് വീക്ഷണം ഫണ്ട് ആരംഭിച്ചത്. കേരളത്തിലെ 1141 മണ്ഡലങ്ങളിൽ പോയി രാവിലെ 8:30 തുടങ്ങും. സന്നി പറഞ്ഞ് ഉളിക്കലച്ചോ 1:30 കൊല്ലത്തിലെ അവസാനമുള്ള യാത്ര രാത്രി 5:30 അവസാനിച്ചത്. അന്ന് കുട്ടമ്പുഴ കാത്തിരിക്കുകയാണ്, 2:30 എത്തിപ്പോകും. അതേ സമയത്ത് 34 ദിവസം കേരളം സഞ്ചരിച്ചിട്ടാണ് വീക്ഷണത്തിന്റെ ഫണ്ട് സമാഹരിച്ചത്. ഈ വീക്ഷണം തുടങ്ങാനുള്ള സ്ഥലം മേടിച്ചതും റോട്ടറി പ്രസ് മേടിച്ചതും ഒരു മുതലാളിയുടെയും ഒരു മന്ത്രി വ്യാപാരിയുടെയും ചിലരെ കാശ് മേടിക്കാതെയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പണം, കോൺഗ്രസ് വിജയിക്കുന്നതിന്റെ പണം കൊണ്ട് മാത്രം ശേഖരിച്ച ഫണ്ട് കൊണ്ടാണ് വീക്ഷണം പത്രം ആരംഭിച്ചത്. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ കേരളമൊട്ടാകെ സ്വീകരിച്ചുണ്ട്. പക്ഷെ അത് ചെയ്ത് എനിക്ക് മറക്കാൻ സാധ്യമല്ല. ഒന്ന് KP വേണ്ടി കണ്ണൂരിലാണ് അദ്ദേഹത്തെ വന്നപ്പോൾ എറണാകുളത്ത് താമസിക്കാമെന്ന് പറഞ്ഞു. എറണാകുളത്ത് വന്ന് എല്ലാ ദിവസവും വീക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. വീക്ഷണം തുടങ്ങി അച്ഛൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ എഡിഷൻ അച്ഛന് കഴിഞ്ഞ് മലബാർ എക്സ്പ്രസിന് അത് കയറ്റി അയച്ച് എന്നെ കോപ്പി കാണിക്കാതെ തുടങ്ങാൻ പോകത്തില്ല. PC ചാക്കോ എന്റെ കൂടെ ജനറൽ സെക്രട്ടറിയാണ്. AC ജോസ് വീക്ഷണത്തിന്റെ പ്രിന്റർ പബ്ലിഷറാണ്. നിങ്ങൾക്ക് ഉണ്ടായെന്ന് പറയുന്ന KNI നേതൃത്വം ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ജമീൽ നേതൃത്വയുടെ പിതാവ് അവിടെയാണ് ആദ്യം ഉണ്ടായത്. ഞങ്ങൾ കണ്ടുപിടിച്ച പത്രാധിപർ ശ്രീധരനാണ്, അല്പം മംഗോളിയാണ്. അദ്ദേഹം മതിയും തീരുമാനിച്ചു. തീരുമാനിച്ചപ്പോൾ അദ്ദേഹം സമ്മതിക്കട്ടെ എന്നും സമ്മതിച്ചു. CP ശ്രീധരന്റെ ലേഖനം വായിക്കാൻ വേണ്ടി മാത്രം, മുഖപ്രസംഗം വായിക്കാൻ വേണ്ടി മാത്രം വീക്ഷണമെടുത്ത 10,000 കേരളത്തിലുണ്ട്, ഗൾഫ് മേഖലയിലുണ്ട്. അങ്ങനെയാണ് ഈ പത്രം ആരംഭിച്ചത്. ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ ഡയറക്ടറുടെ KK വേദനും
സി സ്റ്റീഫൻ, വയലാർ രവി, ഉമ്മൻചാണ്ടിയൊക്കെ ആദ്യ കുടുംബന്മാരാണ്. വീക്ഷണത്തിന്റെ ഷെയറിലെ 99.9 മിക്കവാറും എല്ലാ ഷെയറും KPCC പ്രസിഡന്റ് പേരിലാണ്. വ്യക്തിക്ക് വേണ്ടിയല്ല. ഞാൻ KPCC പ്രസിഡന്റ് രാജിവെച്ചപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് 2800 കാറും വീക്ഷണത്തിന് ഷെയറും KPCC പ്രസിഡന്റായി വന്ന ജഗദേവനെ ഏൽപ്പിച്ചു. അതല്ല എന്നത് എന്താണ് വൈഷ്ണവ KPCC പ്രസിഡന്റ് പേരിലാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അങ്ങനെ KPCC പ്രസിഡന്റാണ് വീക്ഷണത്തിന്റെ ചെയർമാൻ. ആരായാലും ഈ പക്ഷത്തെ നിയന്ത്രിക്കാൻ കോൺഗ്രസ് പാർട്ടിക്കല്ലാതെ KPCC പ്രസിഡന്റ് അല്ലാതെ മറ്റാർക്കും അധികാരമില്ല. ഈ പത്രത്തിന്റെ പേരിൽ മറ്റാർക്കും അധികാരമില്ല. പത്രം മുന്നോട്ട് പോയി ഇടയ്ക്ക് തകർന്നു. ആദ്യം തകർന്ന് പ്രസിഡന്റായിരുന്ന കുറച്ച് ദിവസമായി നിർത്തി. ചെന്നൈയിൽ വീണ്ടും ആ പത്രത്തെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു പണം മുടക്കി. ഏറ്റവും വലിയ വീഴ്ച എടുത്തപ്പോൾ രമേശായിരുന്നു പ്രസിഡന്റ്. രമേശ് അത് ഉയർത്തിയത് മാത്രമല്ല, ഒരു എഡിഷൻ മാത്രമായിരുന്നു വീക്ഷണത്തിന് ഒരുപാട് എഡിഷൻ ഉണ്ടാക്കിയത് രമേശ് ചെന്നിത്തല പ്രസിഡന്റായിട്ട് അവസരത്തിലാണ്. ജനാധിപത്യത്തിന്റെ തൂണുകൾ ഒന്നൊന്നായി അടർത്തി മാറ്റുന്ന അപകടകരമായ സ്ഥിതിവിശേഷത്തിലാണ് രാജ്യമെന്നും പരാതി കേൾക്കുവാൻ ആളില്ലാത്ത രാജ്യത്ത് ജനങ്ങളുടെ പരാതികൾ ഏറ്റെടുക്കുവാൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്നും സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. നമ്മുടെ പത്രം വീക്ഷണം 50 വർഷം പിന്നിടുന്ന സന്തോഷകരമായിട്ടുള്ള ഒരു ഒത്തുചേരലിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറ്റവും ഏറെ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. തുടക്കത്തിൽ KPCC പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തിന്റെ പ്രഗത്ഭമായ 4 തൂണുകളിൽ 4ാമത്തേതാണ് മാധ്യമം. ദേശീയ മാധ്യമങ്ങൾ എടുത്തു നോക്കുന്ന ഇന്ന് ആർക്കും ആ തൂണിൽ എവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ജനാധിപത്യത്തിന്റെ തൂണുകൾ ഓരോന്നോരോന്നായി അടർത്തി മാറ്റപ്പെടുന്ന അപായകരമായ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഭാരതം മുന്നോട്ട് പോകുന്നത്. പാർലമെന്ററി ഡെമോക്രസിയാണ് ജനാധിപത്യത്തിന് ഏറ്റവും കൂടുതൽ അക്കൗണ്ടബിലിറ്റി കൊടുക്കുന്നത്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടിയാണ്. പാർലമെന്ററി ഡെമോക്രസിയിൽ ശാക്തരൻ കൗൾ പറയുന്നത് പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ ഒരു ഷാഡോ പ്രൈം മിനിസ്റ്റർ ആണെന്നാണ്. ഭരണപക്ഷത്തെ കൃത്യമായിട്ടും വിചാരണ ചെയ്യാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള അവസരം. ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റാൽ മൈക്കില്ല. ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊടുക്കേണ്ട അതീവ ഗുരുതരമായ അവസ്ഥയിൽ വർത്തമാനകാല രാഷ്ട്രീയം, പാർലമെന്ററി രാഷ്ട്രീയം നിൽക്കുകയാണ്. എക്സിക്യൂട്ടീവിന്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. എക്സിക്യൂട്ടീവ് അതിദാരുണമാം വണ്ണം ഭരണത്തിന്റെ എല്ലാ യന്ത്രവും ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഏജൻസികള്, ED, CBI, ഇൻകം ടാക്സ്, സാമ്പത്തിക ഏജൻസികളെയും കുറ്റാന്വേഷണ ഏജൻസികളെയും രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. എക്സിക്യൂട്ടീവിന്റെ സ്വഭാവങ്ങൾ ജനാധിപത്യത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഓരോ ദിവസവും വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ജുഡീഷ്യറിയിലാണ് നമ്മുടെ പ്രതീക്ഷ. ആ ജുഡീഷ്യറിയുടെ ഇടപെടലിലാണ് അല്പമെങ്കിലും നമുക്ക് ആശ്വാസമുണ്ടാകുന്നത്. അവിടെയും കൂടുതൽ കേരളവും ഇന്ത്യയും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണം. മാധ്യമങ്ങളെ നമ്മൾ പറഞ്ഞതുപോലെ വീക്ഷണത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന പ്രിയങ്കരനായ ശ്രീ AK എടുത്ത ഒരു ധീരമായ നിലപാട്. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പത്രം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ മറ്റൊരു പാർട്ടി, നമ്മളൊരു കേഡർ പാർട്ടിയല്ല. പത്രം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ വരിക്കാരനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും നിങ്ങൾക്ക് ജോലി ഇല്ലാതാക്കാനും പറ്റുന്ന ഒരു രാഷ്ട്രീയ ശിക്ഷണം കോൺഗ്രസ് ഒരിക്കലും നടത്താറില്ല. നമ്മുടെ ജനാധിപത്യമായി അനുവദിക്കാറുമില്ല. ദേശാഭിമാനി വരിക്കാരൻ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ 1 ദിവസം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ
അന്ന് അവർ പറയുണ്ടാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതാണ് ആ ശീലം. വായന അങ്ങനെ പഠിപ്പിക്കേണ്ടതല്ലല്ലോ. ഏതെങ്കിലും പണിഷ്മെന്റ് കൊടുത്ത് അല്ലെങ്കിൽ തിട്ടൂരം കൊടുത്ത് വാങ്ങിപ്പിക്കേണ്ടതല്ല. നമുക്ക് നമ്മുടേതായ പരിമിതിയുണ്ട്. കോൺഗ്രസിന്റേതായ ജനാധിപത്യത്തിന്റെ വിപുലത നമ്മൾ എതിർ ശബ്ദങ്ങളെയാണ് കൂടുതൽ കേൾക്കാൻ ശ്രമിക്കാറുള്ളത്. നമുക്ക് മറ്റു പത്രങ്ങൾ വായിക്കാനാണ് കൂടുതൽ താല്പര്യം. മറ്റു പത്രങ്ങൾ വായിച്ചറിഞ്ഞ് മനസ്സിലാക്കാനാണ്. അത് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുമെങ്കിലും വർത്തമാന കാലഘട്ടം എന്ന് പറയുന്നത് മനസ്സിലാക്കിക്കോ, നമുക്ക് നമ്മുടെ പത്രത്തെ ശക്തിപ്പെടുത്തിയേ മതിയാകൂ എന്നുള്ള കാര്യം ഏറ്റെടുക്കണം. കാരണം നുണപ്രചരണങ്ങളുടെ കാലഘട്ടമാണ്. നമ്മൾ പറയുന്നതല്ല പുറത്തു വരുന്നത്, നമ്മൾ പറയുന്നതല്ല മറ്റുള്ളവരെ കേൾപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മാധ്യമ കർമ്മം ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ പത്രത്തെ ശക്തിപ്പെടുത്തണം. ഞാൻ പറഞ്ഞില്ല, ഭരണാധികാര മാധ്യമങ്ങളൊക്കെ തന്നെ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് അധീശത്തെ വിളിപ്പിച്ചുകൊണ്ട് എന്ത് ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പോലും രാജ്യം ഭരിക്കുന്നവരാണ്. ഇന്ന് രാത്രി എന്ത് ചർച്ച വേണം എന്ന് തീരുമാനിക്കുന്നത് പോലും രാജ്യം ഭരിക്കാവുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ഇത് തുറന്നു പറയാൻ എത്ര പേരുണ്ടാകും? തുറന്നു പറയുന്നവരുടെ സ്ഥിതി എന്താണെന്ന് ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പൊ കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ സ്വന്തം പാർട്ടിക്കാരും സ്വന്തം അനുഭാവികളാണെങ്കിൽ പോലും അവരെ ശരിപ്പെടുത്തുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം, കേൾക്കാൻ ആളില്ലാത്ത ഒരു രാജ്യത്ത്, പരാതി കേൾക്കാൻ ആളില്ലാത്ത ഒരു രാജ്യത്ത് ജനങ്ങളുടെ പരാതികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ മാധ്യമങ്ങൾ അവരുടേതായ ഉത്തരവാദിത്വങ്ങൾ ദേശീയ തലത്തിൽ നിർവഹിക്കാത്തൊരു കാലത്ത് അത് നിർവഹിക്കാൻ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നമ്മുടെ പത്രത്തെ ശക്തിപ്പെടുത്താൻ വീക്ഷണത്തിന്റെ ഈ 50ാം വാർഷിക വേള ഉപകരിക്കുമാറാകട്ടെ. ശ്രീ എ കെ ആന്റണി കൊളുത്തിയ ഒരു ശില അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഓരോ കോൺഗ്രസുകാരന്റെയും വിയർപ്പ് ഇതിനകത്തുണ്ട്. എന്നിട്ട് നേതാക്കന്മാരുടെ കഠിനാധ്വാനമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രവർത്തനത്താൽ ഒരു ദിനപത്രം 50 വർഷം പിന്നിടുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും പറഞ്ഞു. It is a privilege for me to see a newspaper run by our Congress workers for last 50 years. I really thank Anthony Ji to have this idea in his mind. And it is the only paper in the entire country it has been run by our workers and leaders. It is a great, great thing for the Congress party. And I'm really privileged to be here in this August occasion. And I will say that the newspaper has gone through many ups and downs. What Jason Ji was telling, that we need a lot of help to run a newspaper. It is from the early stage from 1976 to the digitized stage now. It has become an e-paper also, but we have to do a lot. And it should help us to bring back the glory of Congress in Kerala. It should be one of the weapons, like the newspaper we used to become independent during the pre-independent time. What KCG was telling, today there is lack of democracy. Today our constitution has been attacked. Obviously, to save democracy and to save the country, we need a newspaper like Dikshanam. So I wish you all the best to the Dikshanam team and to the August House here, the distinguished guest who has come over here to support the newspaper Dikshanam. Thank you. ജനങ്ങളുടെ ശബ്ദമായി മാധ്യമങ്ങൾ മാറണമെന്നും ജനാധിപത്യ മതേതര മൂല്യങ്ങളെ വീക്ഷണം സംരക്ഷിച്ചു പോരുന്നുവെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തൂണുകൾ നമുക്കറിയാം. നിയമ നിർമ്മാണ വേദി, നിയമസഭകൾ, പാർലമെന്റ്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇന്ന് മാധ്യമരംഗവും അതേപോലെ തന്നെ ഫോർത്ത് എസ്റ്റേറ്റ് 4ാമത്തെ പ്രധാനപ്പെട്ട തൂണുകളിൽ ഒന്ന് തന്നെയാണ്. ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുമ്പോൾ ജനങ്ങളുടെ ശബ്ദമായിട്ട് മാധ്യമങ്ങൾക്ക് മാറാൻ സാധിക്കണം. അവിടെയാണ് ഭീഷണത്തിന്റെ പിറവി. മതേതര ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന
ഒരു വലിയ പ്രസ്ഥാനമായിട്ട് വീക്ഷണത്തിന് വളരാൻ സാധിച്ചു. ആ കാലത്തെ നേതാക്കന്മാരെ ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്. പ്രത്യേകിച്ച് ശ്രീ KP നൂർദിൻ, പേരാവൂരിന്റെ മുൻ MLA-യും KPCC-യിൽ CK ആന്റണിക്കൊപ്പം ഖജാൻജിയുമായിരുന്ന ശ്രീ KP നൂർദിൻ സാഹിബായിരുന്നു ആദ്യത്തെ MP. അദ്ദേഹത്തിന്റെ റൂമിൽ അന്ന് വീക്ഷണം ഓഫീസിൽ പോയത് ഞാൻ പലവട്ടം ഓർമ്മിക്കുകയാണ്. ഇവരുടെ എല്ലാവരുടെയും ഒരു വലിയ ടീം വർക്കിലാണ് AK-യുടെ നേതൃത്വത്തിൽ, അന്നത്തെ KPCC-യുടെ വലിയ ടീം വർക്കിലാണ് വീക്ഷണം വളർന്ന് പന്തലിച്ചത്. ഇവിടെ ജയ്സൺ പറഞ്ഞതുപോലെ വീക്ഷണത്തിന് കുതിപ്പിനോടൊപ്പം തന്നെ ഇടക്കാലത്ത് ചില കിതപ്പുകളും അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് പരിഹരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. രമേശ് KPCC പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന കാലത്ത് ആ കിതപ്പ് മാറ്റി വീണ്ടും കുതിപ്പിലേക്ക് വീക്ഷണത്തെ കൊണ്ടുവരാൻ വലിയ പരിശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഈ 50-ാം വാർഷികത്തിൽ അതിന്റെ തുടർച്ച നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ വീക്ഷണത്തെ നമുക്ക് കൂടുതൽ കരുത്തുറ്റ പ്രസ്ഥാനമാക്കി വായിക്കാനും വളരാനും കോൺഗ്രസ് പ്രവർത്തകർക്ക് അവസരം നൽകുന്ന ഒരു പ്രസ്ഥാനമാക്കി വളർത്താൻ ഈ ജൂബിലി ആഘോഷങ്ങൾ നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ ആഘോഷങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്ന് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഒട്ടേറെ വെല്ലുവിളികളും ത്യാഗങ്ങളും കടന്നാണ് വീക്ഷണം 50-ന്റെ നിറവിലെത്തി നിൽക്കുന്നതെന്നും വീക്ഷണം ദിനപത്രം കോൺഗ്രസുകാർക്ക് ആവേശമാണെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ഇത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു അഭിമാന നിമിഷമാണ്. ശിവൻ AK ആന്റണി കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലാണ് വീക്ഷണം ദിനപത്രം ആരംഭിച്ചത്. ആ വീക്ഷണം ദിനപത്രം കേരളത്തിലെ കോൺഗ്രസിന് നൽകിയ കരുത്ത് ചെറുതല്ല. നല്ല നിലയിൽ ഈ പത്രം മുന്നോട്ട് പോയെങ്കിലും കാലം മുന്നോട്ട് പോയപ്പോൾ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് വീക്ഷണം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അന്ന് എന്റെ പ്രിയങ്കരനായ സ്നേഹിതൻ ശ്രീ ബെന്നി ബെഹനാനെ നിർബന്ധിച്ച് ഇതിന്റെ MD-ആയി നിയമിക്കുകയും വീണ്ടും അത് പുനഃപ്രസിദ്ധീകരിക്കാൻ അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ ചിദംബരം ക്ഷണിച്ചുകൊണ്ട് വന്നത് ഞാൻ ഓർക്കുകയാണ്. അത് ഞങ്ങൾ വെല്ലുവിളിയായിട്ടാണത് ഞാൻ AK എന്നോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ വളരെ സൂക്ഷിച്ചു വേണം ഇത് തുടങ്ങാൻ എന്നാണ്. ആ ഉപദേശം ഇപ്പോഴും എന്റെ കാതിൽ മുഴങ്ങുകയാണ്. വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ആ കാലഘട്ടത്തിൽ ഇത് തുടങ്ങാൻ തീരുമാനിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. പിന്നീട് PT തോമസ് ഏറ്റെടുത്തു. ജെയ്സൺ ജോസഫിന്റെ നേതൃത്വത്തിൽ ഇടയ്ക്ക് AC ജോസഫിനെ ചുമതലപ്പെടുത്തി. പക്ഷേ ജെയ്സൺ ജോസഫ് അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ബെന്നി ഇവിടെ എന്നോട് പറഞ്ഞത് എന്റെ കയ്യിൽ കടം വാങ്ങിച്ച പൈസ തിരിച്ചു തരണമെന്നാണ്. ശരിയാണ്, അദ്ദേഹത്തിന് ധാരാളം പണം കൊടുക്കാനുണ്ട് എന്നുള്ളത് സത്യമാണ്. ധാരാളം ആളുകൾക്ക് ഞങ്ങൾ കടം വാങ്ങിയിട്ടുണ്ട്. അത് ഈ പത്രം മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു. വലിയ ത്യാഗങ്ങൾ അന്ന് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഏതാണ്ട് 1 ലക്ഷത്തോളം അടുപ്പിച്ചുള്ള സർക്കുലേഷനോടുകൂടി എല്ലാ ജില്ലകളിലും എഡിഷൻ തുടങ്ങണമെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചെങ്കിലും തിരുവനന്തപുരത്തും തൃശൂരിലും കൊല്ലത്തും കോഴിക്കോടും കണ്ണൂരും തുടങ്ങാൻ നമുക്ക് സാധിച്ചു. വീക്ഷണം ദിനപത്രം കോൺഗ്രസുകാർക്ക് ഒരു ആവേശം തന്നെയാണ്. ആ ആവേശം ഇന്നും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമ്മുടെ വാർത്തകൾ പ്രസിദ്ധീകരിക്കാനും സത്യം പറയാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും കോൺഗ്രസിന്റെ യഥാർത്ഥമായ അഭിപ്രായങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും വീക്ഷണത്തിന് കഴിയുന്നു. വീക്ഷണം ദിനപത്രം കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശവും അഭിമാനവുമാണെന്ന് വീക്ഷണം ദിനപത്രം മാനേജിംഗ് എഡിറ്ററും KPCC വൈസ് പ്രസിഡന്റുമായ ജെയ്സൺ ജോസഫ് പറഞ്ഞു. കേരളത്തിന്റെ ജനാധിപത്യ പോരാട്ടങ്ങളിൽ കരുത്ത് പകർന്ന വീക്ഷണത്തിന്റെ ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുന്ന മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ കഴിയൂ എന്നതിലേറെ സന്തോഷം നമുക്കെല്ലാവർക്കുമുണ്ട്. മഹാരഥന്മാരായ ഒട്ടേറെ ആളുകൾ നേതൃത്വം നൽകിയ വീക്ഷണത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകെ നിൽക്കാൻ കഴിഞ്ഞുവെന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഞാൻ ദീർഘമായി മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നുപോയി സംസാരിക്കുന്നില്ല. കേരളത്തിലെ മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളിലും യാത്ര ചെയ്തുകൊണ്ട്
കേരളത്തിലെ സാധാരണക്കാരുടെ കോൺഗ്രസ് പ്രവർത്തകർ സമാഹരിച്ച പണം കൊണ്ട് പടുത്തുയർത്തിയ ഭീഷണി എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ 50 വർഷം കഴിഞ്ഞ ഈ സ്ഥാപനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന വളരെ പ്രാധാന്യമേറിയ ഒരു വസ്തുത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശകരമാണ്. ഭീഷണത്തിൽ നിന്നും ഒട്ടേറെ മുന്നോട്ട് പോകാനുണ്ട്. കേരളത്തിന്റെ ഇന്ത്യയുടെ ദേശീയ പോരാട്ടങ്ങളിൽ, വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഊർജം പകരാൻ കോൺഗ്രസിന് ജിഹ്വയായി കാലഘട്ടത്തിലും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനുള്ള ഭീഷണത്തിന്റെ ശ്രമങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും വിനീതമായ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ പി തോമസ് ഭീഷണത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നപ്പോ അദ്ദേഹമാണ് ഭീഷണത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായി എന്നെ നിയോഗിച്ച് കൊണ്ടുവന്നത്. തുടർന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഒക്കെ ശക്തമായ സഹായവും പിന്തുണയും കൊണ്ട്, ജീവനക്കാരുടെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും ശക്തമായ പിന്തുണ കൊണ്ട് ഈ വർത്തമാന കാലഘട്ടത്തിലെ അച്ചടി രംഗത്തുള്ള ഒട്ടേറെ വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ടാം നിലയിൽ നിൽക്കുന്ന പത്രങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു പത്രം നിലയിൽ ഭീഷണം അതിന്റെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോയത് ഒരുമയോടെ മുന്നോട്ട് പോകാൻ ജീവനക്കാരും കോൺഗ്രസ് നേതൃത്വവും കാണിച്ച പിന്തുണയാണ് എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി ഭീഷണത്തെ മുന്നോട്ട് നയിക്കാൻ കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഭീഷണത്തിന്റെ ഒരു കാലഘട്ടത്തിൽ 7 വർഷക്കാലം പൂട്ടിപ്പോയ ഒരു ചരിത്രം ഭീഷണത്തിനുണ്ടായിരുന്നു. ഒരു പത്രം എന്നതിലുപരി മാധ്യമ സംസ്കാരത്തിന്റെ വീക്ഷണത്തിലേക്ക് വളർന്ന വീക്ഷണം ദിനപത്രം 50-ൽ എത്തി നിൽക്കുമ്പോൾ ഇക്കഴിഞ്ഞ 5 ദശകങ്ങളിലായി സാമൂഹിക നീതി, ജനാധിപത്യം, മതേതരത്വം എന്നീ മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടുകൾ തന്നെയാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ആ മൂല്യങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.